പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ എപ്പോഴും പാടുന്നൊരു പാട്ടിൻ്റെ സ്റ്റാൻസയാണ് അതൊക്കെ. താങ്ക് യു, കർത്താവ് സഹായിക്കട്ടെ. I usually always bear these stanzas in my personal prayer. Thank you for singing that song. ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട്, ആ തിരുവെഴുത്തിലെ വാക്യങ്ങൾ തന്നെയാണ് എല്ലാ വരികളും. ടി കെ ശാമുവൽ സാർ എഴുതിയ പാട്ടാണ്. പ്രായമുള്ളവർക്ക് അറിയായിരിക്കും ടി കെ ശാമുവൽ സാറിൻ്റെ പാട്ടുകൾ. Pastor T.K. Samuel sir wrote these lyrics, and all these lyrics are verses from the Word of God. ആ പാട്ട് മുഴുവനായിട്ടൊന്ന് ഗ്രഹിച്ച് പാടിയാൽ നമ്മുടെ പകുതി പ്രയാസങ്ങളെല്ലാം തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. If we bear the meaning of that verses and if we sing sincerely that song, most of our problems will be solved. Amen. Praise the Lord. നമുക്ക് എപ്പോഴേലും ഒന്ന് പഠിച്ച സഭായോഗത്തിന് ഡിവോഷനിലായിട്ട് അത് പാടണം. പാട്ടുകാർ പ്രത്യേക കാര്യം ഒന്ന് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. I request those who are leading the choir, please learn the verses really well and let us sing together in one of the worship services. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. May everyone be helped. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുടുംബങ്ങളെയൊക്കെ സൂക്ഷിച്ചു. അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷായിച്ചാൻ അല്പം സിക്കായിരുന്നു. ഒടുവിൽ നമുക്ക് ആ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. യാത്രയിലായിരുന്നവരെ തിരികെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇന്ത്യയിൽ പോയവരെ സൂക്ഷിച്ചു. എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദയയ്ക്കായിട്ട് സ്തോത്രം. I thank and praise God. Last week many of our family members were sick, but many of are feeling well, and those who traveled to India, they reached safely. Those who came back from India, they reached safely, and God has kept us, all of us, safe up until now. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നുകൊണ്ട് എനിക്കത് തീർക്കണം. For the past 2 weeks, we are meditating from a portion of the scripture, and I am hoping to conclude that message അതൊരു today. ടോപ്പിക്കൽ സെർമൺ ആണ്. ടോപ്പിക്കൽ ആണെങ്കിലും വാക്യങ്ങൾ ഞാൻ എക്സജീസിസ് ചെയ്യുമായിരുന്നു. Even though it's a topical sermon, I was doing an exegesis through that verses. നിങ്ങളുടെ ശ്രദ്ധ വളരെ ഗൗരവമായിട്ട് വേണമെന്ന് ഓർപ്പിക്കുകയാണ്. I again request all of your undivided and serious attention. ദൈവവചനത്തോട് നമുക്കെല്ലാവർക്കും വളരെ ഒരു സ്നേഹവും അത് കേൾക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാവണം. We all need to have a delight to hear the word, or desire to hear more and more the word of God. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് കൂടുതൽ പ്രകാശിക്കണമെങ്കിൽ തിരുവെഴുത്ത് മനസ്സിലാവണം. ഇല്ലെങ്കിൽ നമുക്കൊന്നും if you don't know the scripture, you don't know the God whom you are serving. Amen. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിനെ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് നല്ലപോലെ അറിയില്ല. Amen. We need to pray to increase our inner eyesight, and if we do not understand the word of God really, we do not understand our creator or the true God who he is. തിരുവെഴുത്തിനകത്തൂടെ നമ്മുടെ ദൈവത്തെ പറ്റിയാണ് ഫ്രം ബിഗിനിങ് ടു എൻഡ്. നമ്മുടെ കർത്താവാരാണ്, ശ്രേഷ്ഠത എന്താണ്, അവൻ്റെ താല്പര്യം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതാണ് 66 പുസ്തകത്തിനകത്ത് മുഴുവൻ. Throughout the 66 chapters of this book of the Bible, it is illustrating who our Jesus Christ is and what he is doing and how we can serve him. ഉള്ളിൽ തിരുവെഴുത്തില്ലാത്ത ആളുകളോട് ഞാൻ വേദനയോടെ പറയാം, യു ഡോണ്ട് നോ യുവർ ഗോഡ്. If you do not have the true scripture inside your mind, I would like to tell you with a very sad way, you do not know whom you are worshipping. നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി വാക്യങ്ങളുണ്ട്. അതിൻ്റെ അടിയിലെല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുക, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്കും. ഞാൻ ഒരു മിഡിൽ ഈസ്റ്റിൽ പെട്ട് പ്രസംഗിക്കാൻ പോയി ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുള്ള തമാശയായിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ അതിൻ്റെ അടി വരച്ച് ആ വാക്യം കീറിപ്പോയെന്ന് പറഞ്ഞു. Many of us who highlight verses, and certain verses which are very favorite to our heart, and one of the time certain verses like those who seek to him, they will, even though the lions of the cub may feel hungry, those who seek the Lord will never go hungry. That's verses after highlighting so many times the page even tore. നമ്മുടെ ബൈബിൾ എടുത്താൽ അറിയാം ഏതൊക്കെ വാക്യത്തിലറിയാം. ഈ ചർച്ചിൽ അങ്ങനെ ഇല്ല എന്ന് അങ്ങനെ ഉണ്ടാകരുത്, എൻ്റെ റിക്വസ്റ്റാണ്. തിരുവെഴുത്ത് വായിക്കുമ്പോഴേ ഏതിൻ്റെയൊക്കെ അടിയിലാണ് അണ്ടർലൈൻ ഇട്ടേക്കുന്നത് ഇന്ന് രാത്രി പോയെന്ന് പരിശോധിച്ച് നോക്കണം. And so all scripture is equally relevant, so do not give a specific importance to a specific portion. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം ഫൈൻഡിങ് ഗോഡ്സ് വിൽ, ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം. We are meditating how to find the will of God. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ദൈവവചനപ്രകാരം വിയോജിപ്പുണ്ടെങ്കിൽ എന്നോട് പറയണം. Whatever I am explaining here, if you have any disagreement, what I am sharing, please let me know.
You have to prove from the Bible. And also, please provide some proofs. തിരുവെഴുത്തിൽ നിന്ന് ഒരു വാചകമെങ്കിലും അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് ഞാൻ തെറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശാസിക്കാനുള്ള സകല അധികാരമുണ്ട്. If I am deviating at least one sentence away from the word of God, please instruct me and correct me. You do have that authority. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോക്ട്രിൻസ് മാറ്റേഴ്സ് ദാൻ അവർ എക്സ്പീരിയൻസ്. Amen. Praise the Lord. എൻ്റെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ്. പക്ഷേ തിരുവെഴുത്തിന് ഒരു മാറ്റവും ഇല്ല. അത് അബ്സല്യൂട്ടാണ്, പെർഫെക്റ്റ് ആണ്, സഫിഷ്യൻ്റ് ആണ്. Amen. Doctrines always matter more than any of the experiences, and doctrine is the most relevant one. That is sufficient. That is sufficient for us. നമുക്ക് ദൈവഹിതത്തെ പറ്റിയുള്ള വാക്യം ഞാൻ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്, നമ്മൾ ആദ്യത്തെ ചിന്തിച്ചത് എല്ലാവരും രക്ഷിക്കപ്പെടണം, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. The will of God, all human being needs to be saved. That is God's ultimate will. എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് ഞാൻ എൻ്റെ വരവിൻ്റെ കാലം താമസിപ്പിക്കുന്നു എന്നാണ് പീറ്ററിൽ കർത്താവ് തൻ്റെ ആത്മാവിനാൽ പറഞ്ഞത്. In book of Peter, it is mentioned that everyone, no one should be perished, all should be saved. That is the reason Jesus Christ is delaying his second coming. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നിറവ്, ആത്മാവിനാൽ നിറയുവിൻ, ബി കീപ്പ് ഓൺ ഫിൽഡ് ബൈ ദ സ്പിരിറ്റ്. പ്രസന്റ് ടെൻസിലാണ് വാക്യം. എല്ലാ ദിവസവും ആത്മാവിനാൽ നിറയുവീൻ. And the second thing I exhorted that we always need to spirit filled every day. That's a present continuous tense and it should be done daily. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ലൈവിൽ ഈ വിഷയം ഓൾമോസ്റ്റ് 1 hour 20 minutes എടുക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. Last week through a live I actually exhorted from this portion almost 1.5 hours. എനിക്ക് തോന്നുന്നു ഒരു 200+ ആളുകൾ അത്രയും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് കേട്ടോണ്ട് എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. Almost 200+ here listeners were listening me through that platform. പല ആൾക്കാരും വിളിക്കുകയും ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ലോക്കൽ ചർച്ചും അങ്ങനെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. Many of the listeners of that message called me and corrected by themselves, and similarly my congregation also whom you are listening now, please correct me or please ask me if you need any clarification. ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ആത്മനിറവില്ലെങ്കിലും കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചു കേട്ടോണം, ആത്മനിറവില്ലെങ്കിലും കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. Please listen carefully. Even if you are not spirit filled, you can exercise certain gifts of God. കാരണം ഞാൻ ഈ ലോക്കൽ സഭയുടെ പാസ്റ്ററാണ്. ദൈവം എനിക്ക് ഉപദേശിക്കാനും പ്രസംഗിക്കാനുമായിട്ടുള്ള കൃപാവരം തന്നതുകൊണ്ടാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയേക്കുന്നത്. As I am a local pastor over here, God has given me a gift of teaching and instruction. That's the reason I am here. I am ordained as a local pastor of this church. ആ ഗിഫ്റ്റ് എൻ്റെ മേലുണ്ടെന്ന് ദൈവസഭയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. Since the local church know that gift is with this pastor, that's why we appointed this pastor being a pastor of this local congregation. പക്ഷേ ഇതിന് അനദർ സൈഡ് ഉണ്ട്. But there is another side of this. ഞാനൊരു 10 hour പ്രിപ്പയർ ചെയ്താൽ പ്രാർത്ഥിച്ചില്ലേലും ജീവിതം പാപത്തിൽ തുടർന്നാലും എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. Even if I do not spend some time on my knees or without prayer, if I prepare hard work for at least 10 hours, I can create an excellent message and perform in front of everyone. പക്ഷെ അതിനകത്ത് ആത്മനിറവ് വേണമെന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നു. But in that message there should not need a spirit filling experience. അതുകൊണ്ടല്ലേ നമ്മൾ കേൾക്കുന്ന എക്സലന്റ് ആയിട്ട് ശുശ്രൂഷിച്ചവരൊക്കെ ഒരു ദിവസം വീണ് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വർഷങ്ങളായിട്ട് അവർ പാപത്തിലായിരുന്നുള്ള കാര്യം. That's the reason we are hearing many excellent speakers, all on a sudden one day they fell. Then only we came to realize that they do not carry the Spirit. Gift of the Holy Spirit is not the sign of we are infilled by the Holy Spirit. Amen. Hallelujah. Hello? Amen. But the fruit of the Spirit is the sign of we are infilled by the Holy Spirit. Amen. Gift of the Spirit does not prove that we are Spirit-filled Christians, but the fruit of the Spirit which definitely prove that whether we are Spirit-filled. ജീവിത വിശുദ്ധി ഇല്ലാതെ നമുക്ക് അന്യഭാഷ പറയാം. ജീവിത വിശുദ്ധി ഇല്ലാതെ നമുക്ക് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യാം. എനിക്ക് പ്രസംഗിക്കാം, എനിക്ക് പഠിപ്പിക്കാം. പക്ഷേ അതല്ല ആത്മനിറവിൻ്റെ അടയാളം എന്നുള്ളത്. ആത്മനിറവിൻ്റെ അടയാളം നിങ്ങൾ ദൈവത്തെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു
ചെയ്യുന്നുവെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ നിവർത്തിക്കയില്ല. That is the sign of the infilling of the Holy Spirit. Amen. Sign of an indwelling Holy Spirit. You can exercise certain gifts though you are not spirit filled. But if you are truly filled with the Spirit of God, you will always be alert and you will live a sinless life. എന്നാൽ ശ്രദ്ധിച്ചേക്കണം ഈ സെന്റൻസ്. ആത്മനിറവോടെ ദൈവം നമുക്ക് നൽകിയേക്കുന്ന കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്താലുണ്ടല്ലോ, അതിന് 100% റിസൾട്ട് ഉണ്ടായിരിക്കും. But if we exercise the gift of the Spirit by the Spirit-filled life, if you are filled with the Spirit, then there will be definitely fruit of the Spirit. മറ്റേതിന് പെർഫോമൻസേ കാണുകയുള്ളൂ, ഫ്രൂട്ട് ഉണ്ടാകുന്നില്ല, ഒരു ട്രാൻസ്ഫോർമേഷനും വരത്തില്ല. പക്ഷേ ഒരുവൻ ആത്മാവിനാൽ നിറയപ്പെട്ട് അവൻ്റെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫലവത്തായി തീരും എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിനത് പ്രസാദമായിരിക്കും. Amen. If we exercise the gifts of the Spirit after being Spirit filled, then there will be definitely fruit for that actions. But if you are just doing without any Spirit filled, just the gifts of your Spirit, then it will end up as a performance. അറിഫോൾ എൻ്റെ കൂടെ ഉണ്ടോ? Hallelujah. Hallelujah. അതുകൊണ്ട് ഒരാൾ സ്റ്റേജിൽ നല്ലപോലെ പ്രസംഗിക്കുന്നു, ആത്മനിറവുണ്ടെന്ന് പറയരുത്. If a person, a speaker is speaking really in an excellent way, you cannot predict that that person is truly a Spirit-filled man or woman. ഒരാളുടെ പ്രസംഗം കേട്ടാൽ അവൻ ആത്മീയനാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. If we listen to a message from a speaker, it is very difficult to distinguish whether that person is a Spirit-filled man. എന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ നടപ്പ് കർത്താവിൻ്റെ പോലെയാണെങ്കിൽ, എങ്ങനെ കർത്താവിൻ്റെ പോലെയാണെന്ന് അറിയണത്, അദ്ദേഹത്തോടും തട്ടി നോക്കണം, അന്നേരം അറിയാം ജീസസിൻ്റെ ക്യാരക്ടറാണോ പുറത്തു വരുന്നതെന്നുള്ളത്. How we can see if a person is truly walking in the Spirit? When a trouble or a persecution or some kind of distresses arise around our life, then we can test and see whether that person is a Spirit-filled person. ആത്മനിറവ് എപ്പോഴും ഒരുപോലെ നിൽക്കുന്നില്ല, അതിടയ്ക്ക് കുറയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളോട് പ്രസന്റ് ടെൻസിലുള്ള കമാൻഡ് വന്നേക്കുന്നത്, ആത്മാവിനാൽ നിറയുവിൻ. Keep on filled with the Holy Spirit. Keep on filled with the Holy Spirit. The Spirit-filled, that Spirit won't stay every time the same measure. That is the reason there is the exhortation from this apostle. Keep on being filled with the Spirit daily. അറിയാതെയൊക്കെ കാണാത്തത് നമ്മൾ കാണുകയും കേൾക്കാൻ പാടില്ലാത്ത നമ്മൾ കേൾക്കുകയും പറയാൻ പാടില്ലാത്ത പറയുകയൊക്കെ ചെയ്യുമ്പം ആത്മാവിൻ്റെ നിയന്ത്രണം നമ്മിൽ നിന്ന് കുറയുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം കൽപ്പന ചെയ്യുകയാണ്, yield yourself and ask into the Lord, fill me with your spirit. Maybe knowingly or unknowingly, if you see something which do not supposed to see, if you hear something which you are not supposed to hear, if you speak something which you are not supposed to speak, at that time you need to come back and ask for God's forgiveness, and you need to be filled with the Spirit so that we will come back and oriented with the will of God. ഈ ചർച്ച രക്ഷിക്കപ്പെട്ട എല്ലാവരും ആത്മാവിനാൽ നിറയണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. I am encouraging today all the congregation of this church, be filled with the Spirit of God. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? Hallelujah. ഹല്ലേലൂയ. ഒരു എക്സ്ക്യൂസും ഇല്ല, ഉപദേശിക്കുക എക്സ്ക്യൂസ് ഇല്ല. എനിക്ക് ആകെയുള്ള ഭയം എന്നാണെന്നറിയാം, നിങ്ങളെക്കാൾ കൂടുതൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായി പോയല്ലോ എന്നുള്ള പേടിയുള്ളൂ. There is no excuse for the pastor or for the believer, but for the pastor, if it is being revealed more, then the punishment will be more. നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരോട് പറയാം, you are more responsible. If you are listening very carefully, you are more responsible. ഇവിടെ ഇരുന്നിട്ട് ശ്രദ്ധിക്കാത്തവരോട് ഞാൻ നിങ്ങളോട് പറയാം, one day you will be accountable before God too. Those who are not listening carefully, by sitting over here, you will be accountable the day of judgment. നമ്മൾ മൂന്നാമത് ചിന്തിച്ചത് നമ്മെ പറ്റിയുള്ള ദൈവഹിതം വിശുദ്ധ ജീവിതമാണ്. And the third thing we meditated, what is the will of each one of us, being sanctified. ഫസ്റ്റ് തെസ്സലോനിയൻസ് 4-നകത്തുനിന്ന് ഞാൻ 4 കാര്യം അവസാന ഭാഗം പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു. എനിക്കിന്നൊരു 3 കാര്യം പെട്ടെന്ന് പറഞ്ഞ് 12:30 പ്രസംഗം ക്ലോസ് ചെയ്യണം. Amen. I concluded in a really a fast manner. I want to conclude it in a good way today. ഫസ്റ്റ് തെസ്സലോനിയൻസ് 4. 1 Thessalonians chapter 4. അതിൻ്റെ 3-ാമത്തെ വാക്യം എല്ലാവരും ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്യങ്ങളാണ് അതൊക്കെ. ദൈവത്തിൻ്റെ ഇഷ്ട
ഉത്തമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. We all need to highlight that verse because that is the will of God for every one of us, our sanctification. 4 കാര്യം ആ വാക്യത്തിനടിയിലുണ്ടെന്ന് ഞാൻ നിങ്ങളെ ലാസ്റ്റ് സൺഡേയിൽ ഓർപ്പിച്ചിരുന്നു. I mentioned 4 things are mentioning there. ഒന്നാമത്തെ കാര്യം abstain from fornication, that is the will of God. The first thing I mentioned, abstain from fornication. രണ്ടാമത്തേത് control your body, that is the will of God. Then second one is control your body, that is the will of God. 3 subdue your passion, that is the will of God. The third thing, subdue your passion. 4ാമത്തേത് don't take advantage of people or treat others fairly. Don't take advantage of people, those who treat others unfairly. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ? I believe all of you understand ഞാൻ well. ലാസ്റ്റ് ആഴ്ച പെട്ടെന്ന് വായിച്ച് നിർത്തിയ വാക്യം ഒന്നുകൂടെ വായിച്ച് തുടരാനായിട്ട് പോവുകയാണ്. I am going to read the verse which I stopped last week. 7ാമത്തെ വാക്യം എല്ലാവരും നോക്കണം. 7ാമത്തെ വാക്യം, Verse 7, 1 Thessalonians chapter 4 verse 7. 4 verse 7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. വാക്യം കണ്ടോ? For God has not called us for the purpose of impurity but in sanctification. വാക്യം കണ്ടല്ലോ. എന്നിട്ട് അടുത്ത വാക്ക് അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആകയാൽ അത് തുച്ഛീകരിക്കുന്നവൻ. എത്ര ഗൗരവമാണ് നോക്കിയേ. മനുഷ്യനെ അല്ല, ലേഖനം എഴുതിയ പൗലോസിനെ അല്ല, ഇത് വായിച്ചു കേൾപ്പിക്കുന്ന എൽഡറിനെ അല്ല, ഇത് പ്രസംഗിക്കുന്ന പാസ്റ്ററിനെ അല്ല, മറിച്ച് ആ വാക്യം എങ്ങനെ തുടരുന്നത്? തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ അത്രേ തുച്ഛീകരിക്കുന്നത്. We are seeing here a very serious thing. He is saying that you are not called for the purpose of impurity but in sanctification. Therefore, he who rejects this is not rejecting man or the pastor who is preaching, but the God who gives his Holy Spirit to you all. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയേക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്നാണെന്നറിയാമോ? അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാണ്. അങ്ങനെ കർത്താവ് നടന്ന പോലെ നടന്ന് അവൻ്റെ അടുക്കൽ ചെല്ലാനാണ് ദൈവാത്മാവിൻ്റെ അധിവാസം എന്നിൽ നിങ്ങളിൽ നൽകിയിരിക്കുന്നത്. Main purpose of the Holy Spirit is making us to be holy and to walk with Christ and to reach the destination. Sanctification is God's passion for his people. Amen, amen. ദൈവത്തിൻ്റെ ഹൃദയത്തിന് നമ്മളെ പറ്റിയുള്ള ആ അത്യാഗ്രഹം എന്താണെന്നറിയാമോ? എൻ്റെ മക്കൾ വിശുദ്ധിയിൽ നടക്കണം. Amen. Sanctification is the passion for all of us being holy. That is the passion of our Father. Every faithful pastor will have that same passion. Amen. Every faithful pastor also should have that desire. പൗലോസ് പറയുന്ന മറ്റൊരു വാക്യം എന്നാണെന്നറിയാമോ? ക്രിസ്തു നിങ്ങളിൽ, ഗലേഷ്യൻസ് 4:19, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നു എന്നാണ് വായിക്കുന്നത്. അതൊരു ഭയങ്കര തീവ്രമായൊരു വേദനയാണ്. ആ ശുശ്രൂഷ സഭയെപ്പറ്റി പറയുക, നിങ്ങൾ മെച്യൂർ ക്രിസ്ത്യനാകാൻ, ക്രിസ്തു നിങ്ങളിൽ ഫുൾ ഗ്രോണപ്പാകാൻ എൻ്റെ അകം വേദനപ്പെടുന്നു എന്നാണ് ആ ഭക്തൻ പ്രാർത്ഥിച്ചത്. And in book of Galatians, Paul was saying that you have come to know, or rather to be known by God. How is it that you turn back again? And I desire so much longing for you all to be born again. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? Do not deceive the Holy Spirit or grieve the Holy Spirit. What is the meaning? നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും ജീവിത വിശുദ്ധിയിൽ വളർച്ചയില്ലാതെയും ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ. We all are saying that I am a born again Christian, but still if you are doing anything against the will or the Holy Spirit's, that is what is called grieving the Holy Spirit. നമ്മളെ പറ്റി വൺ സിംഗുലർ ഗോൾ ആണുള്ളത്, the sanctification of God's people. Amen. Only one singular purpose or will from our Father for each one of us, being sanctified or be holy just as He is holy. Praise the Lord. Hallelujah. എനിക്ക് അത്രയും പറയാനേ ഇപ്പം നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. Amen. എല്ലാവരും ആത്മനിറവ് പ്രാപിക്കണം.
അത് എവരിഡേ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അത് ഉണ്ടായിരിക്കണം. എവരിഡേ മുട്ടയിലിരിക്കുമ്പം, എവരിഡേ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും മേഖലയിൽ ദൈവത്തിന് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കർത്താവേ നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചെഴുന്നേൽപ്പിക്കാവുള്ളേ, നിൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചെഴുന്നേൽപ്പിക്കാവുള്ളേ. ആത്മനിറവോടെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ അനുഗ്രഹമായിരിക്കും. Amen. Every day we all need to be born again. But second thing is very important. If you are fallen short of anything, then you need to kneel down and request God's Holy Spirit's presence to be holy. And you need to correct the area which needs correction, and then only walk with the will of God. Then you will have the fruit of the Holy Spirit in you. ഈ മൂന്ന് കാര്യം ദൈവഹിതമാണെന്ന് തിരുവെഴുത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? I believe that these three are God's will for each one of us based on scripture. നാലാമത്തെ കാര്യം, 6 കാര്യമാണ്. നാലാമത്തേതുള്ളത് അത് പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. 1 Peter 2:15 വാക്യം കിടക്കുന്നത്. 1 Peter chapter 2:15. Next thing is 1 Peter chapter 2:15. അവിടെ 2-3 വാക്യങ്ങൾ എനിക്ക് വായിക്കാനായിട്ടുണ്ട്. നിങ്ങളൊന്ന് അവിടെ നിൽക്കുന്നത് നന്നായിരിക്കും. 2:15 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. For 1 Peter chapter 2:15 says, what is the will? For such is the will of God, that by doing right you may silence the ignorance of foolish men. അതായത് അവിടുത്തെ വിഷയം സബ്മിഷൻ എന്നുള്ളതാണ്. സബ്മിഷൻ. The topic is submission under authority or honoring authority. നടന്ന ഒരു കാര്യം പറയാം. നടന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടെ. Let me explain an incident which really took place. നമ്മുടെ ധാരണയിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു പയ്യൻ എഴുന്നേറ്റ്, ഇച്ചിരി നല്ല ഫിനാൻഷ്യലി വെൽ സെറ്റപ്പായ ഒരു പയ്യൻ എഴുന്നേറ്റെന്ന് പറയുകയാണ്, ഞാൻ സെമിനാരി പഠിക്കാൻ പോവുകയാണ്, കർത്താവിൻ്റെ വേല ചെയ്യാൻ പോവുകയെന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനേക്കാൾ വലിയൊരു കാര്യം നമുക്കില്ല. If a person who is really rich, a young man who is standing up in the congregation and he is submitting that, I'm going to study the word of God, I'm planning to go to a seminary, at that time we all will be very much excited to hear that news. അങ്ങനെ ഒരു പയ്യൻ നടന്ന കാര്യമാണ്. ഒരു പയ്യൻ എഴുന്നേറ്റ് എന്ന് ചർച്ചിൽ സാക്ഷി പറഞ്ഞു. And such type of one young man stood in the congregation. He was very wealthy, rich, and he stood up in the congregation and said that I'm planning to go to seminary and to study the word of God. അന്നേരം ആ പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിനക്ക് അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ തൽക്കാലം ഈ ചർച്ചിലെ സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ യൂത്ത് PYPയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. At that time, the pastor of the church exhorted that young man, could you please do be an authority or take in care of the Sunday school and PYP of that local church for a few months. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം കംപ്ലൈൻറ്റ് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞാലൊന്നും കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. After 2 months, all the Sunday school teachers started to complain. This person who is in authority of that Sunday school, he is not ready to listen to any one of us. ഏറ്റവും അവസാന ചർച്ചിലെ പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞെന്നറിയാമോ, നീ മിഷണറി ആകുന്നതിന് മുമ്പ് സബ് മിഷണറി ആകണമെന്ന് പറഞ്ഞു. At that time, the pastor encouraged the young man, told the young man, instead of being a missionary first, start being a sub-missionary. ഹലോ, Hallelujah, hallelujah. ഓൾറെഡി എൻ്റെ പ്രസംഗത്തിന് വലിയ ഓളമില്ല. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നാ ചെയ്യും? സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് മിഷണറി ആകുന്നതിന് മുമ്പ് വലിയ ഓളമില്ലെങ്കിലും കാര്യം കിട്ടുന്നുണ്ടല്ലോ. Hallelujah. That is why I encourage, before being a missionary or doing any work of God, be having a submission under authority. Have that attitude. ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ് മിഷണറി ആകണം. It is very easy to remember that phrase, sub-missionary first. പീറ്റർ പറയുകയാണ്, എത്ര മനോഹരമായിട്ട് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ നന്മ, അവിടുത്തെ വിഷയം ഈ അതോറിറ്റീസിനെ കീഴ്പ്പെട്ടിരിക്കണം എന്നത് ദൈവേഷ്ടമാണെന്നാണ് പറയുന്നത്. This will of God is being subject to the authority. ഇഷ്ടമില്ലാത്തൊരു വാക്യമാണെങ്കിലും ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 13:17. Hebrews 13:17. Let us look into that verse. എല്ലാവരും എടുത്തോ, ഇടയ്ക്കൊക്കെ ഞാൻ ബൈബിളിൽ ഞാനിങ്ങനെ അധികം വാക്യം വായിപ്പിക്കാറില്ലല്ലോ, ഒന്ന് തുറന്നു നോക്കിയേ. 13:17. Hebrews chapter 13 verse 17. നിങ്ങളെ നടത്തുന്നവരെ
അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ആരോട്? ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുവിൻ. ഭയങ്കര ഭയമാണ് അടുത്ത വാക്കല്ലേ. അല്ലാതിരുന്നാൽ അത് അത്ര നല്ല അല്ലെന്ന് ആര് പറയുകയാണ്? ഹോളി സ്പിരിറ്റ് പറയുകയാണ്. ഞാൻ എൻ്റെ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. ആ സബ്മിഷൻ എന്നുള്ളത് കണ്ടോ? ഒന്ന്, അധികാരികൾക്ക് സബ്മിറ്റ് ചെയ്യണം. രണ്ട്, സഭയിലെ ആത്മീയ അധികാരത്തിന് സബ്മിറ്റ് ചെയ്യണം. ആ ആത്മീയ അധികാരം എന്നുള്ളത് ഒരു പാസ്റ്റർ എന്ന പേഴ്സൺ അല്ല, അദ്ദേഹം പറയുന്ന ദൈവവചനത്തിന് സബ്മിറ്റ് ചെയ്യണം. അതാണ് എൻ്റെ അർത്ഥം. Amen. Here in Hebrews it is mentioned that we need to submit over authority. We are not submitting to a pastor, but we are submitting to God since he is ordained from above. അങ്ങനെയെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിടാം. ദൈവത്തിന് സറണ്ടർ ചെയ്യണം. ബാക്കിയും ദൈവത്തിന് കർത്താവിന് കീഴ്പ്പെടുവിൻ. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നില്ലേ? കർത്താവിന് കീഴ്പ്പെടുവിൻ, സറണ്ടർ ബിഫോർ ദി ലോർഡ് എന്ന് വായിക്കുന്നുണ്ട്. And we are reading from the book of James, submit under the authority of God. രണ്ട്, ഗവൺമെന്റിന് വിധേയപ്പെടണം എന്ന് വായിക്കുന്നുണ്ട്. Second, we are reading from the Bible, we need to be subject to the authority of the പിന്നെ government. ഗവൺമെന്റ് വചനത്തിനെതിരായ തീരുമാനം എടുക്കുമ്പം you have to obey God. If government is taking any action against the word of God, then you need to submit and subject to the word of God. വചനം നോ പറഞ്ഞത് ചെയ്യാൻ ഗവൺമെന്റ് പറയുമ്പം ഞാൻ പറയണം അങ്ങനല്ല, വചനത്തിന് ഞാൻ അനുസരിക്കും. വചനം യേശു പറഞ്ഞത് ചെയ്യരുത് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ പറയണം I always say yes to the word. Whatever the word of God says, we need to obey more than any local governments according to the word of God. You submit to government. Amen. You submit to church authority. You submit to family, each other. You submit to one another. അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിന്നല്ലേ എഫീസ്യ ലേഖനത്തിൽ വായിക്കുന്നത്? Amen. അന്യോന്യം. കീഴ്പ്പെട്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അന്യോന്യം കീഴ്പ്പെട്ടാൽ ആരാ വലുത്? No one. ചോദ്യം മനസ്സിലായില്ലേ? Let me ask you a question. If we are submitting each other, then who is the greater among that? ആരുമില്ല. There is no one. അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. We need to submit each other. Praise the Lord. Hallelujah. നിങ്ങൾക്കറിയാമോ നമ്മുടെ കർത്താവ് ഈ ലൂസിഫറിനെ പറ്റിയ കുഴപ്പം എന്നാണെന്നറിയാമോ? ഐ വിൽ ഞാൻ കയറും, ഞാൻ അവിടെ ഇരിക്കും, ഞാൻ അങ്ങനെ ആവും. പക്ഷെ കർത്താവ് പറഞ്ഞെന്നറിയാമോ? Not my will, but thy will. Amen. What happened to Lucifer? What is the reason of his fall? Because he mentioned, I will. He was mentioning and exalting himself. But what happened in the life of Jesus Christ? He mentioned, not my will, thy will be done. ഹ്യൂമിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ഞാനങ്ങ് പറയാം. ഹാവിങ് സ്മോൾ തോട്ട്സ് അബൌട്ട് മൈസെൽഫ്. Amen. One example of humility or one definition of humility is having a less significant thought about ourselves. Having small thoughts about myself. Amen. We have a thought about ourselves, a smaller thought. വീണുപോയ ദൂതൻ ഞാൻ ഐ വിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞെന്നറിയാമോ? Thy will be done. The fallen angel Lucifer mentioned, I will. At that time, the exalted Jesus Christ himself mentioned, not my will, but thy will be done. മനസ്സിലാവും? എല്ലാവർക്കും മനസ്സിലായല്ലോ? Hallelujah. സബ്മിഷൻ അതോറിറ്റിക്ക്, വീട്ടില്, ചർച്ചില്, ഗവൺമെന്റിന്റെ മുന്നില്, ദൈവവചനത്തിന്റെ മുമ്പില് അന്യോന്യം. Amen. Praise the Lord. I believe you all understand. We need to submit to God, submit to authority, submit to government, submit to church, submit to those who are entrusted with certain authority, submission inside home. And I believe that we need to submit each other. That is the sum and substance. അഞ്ചാമത്തെ കാര്യം, ഇത് അത്രയും പറയാൻ നിവൃത്തിയുള്ളൂ. അഞ്ചാമത്തെ കാര്യം, The fifth point. പീറ്ററിന്റെ എപ്പിസോഡിലേക്ക് തന്നെ പെട്ടെന്ന് വരാം. പീറ്റർ. Let us come back to First Peter. Chapter 3 verse 17. Chapter 3 verse 17. എങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് നോക്കിയേ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. വാക്യം കണ്ടോ? നിങ്ങൾ കഷ്ടം സഹിക്കുന്നത് ദൈവഹിതമാണ്. അതുകൊണ്ട് തിന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കരുത്, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം.
And here we can see Peter is saying, 1 Peter chapter 3 verse 17, for it is better if God should will it so that you suffer for doing what is right rather than for doing what is wrong. ജോൺ വെസ്ലി പറഞ്ഞൊരു വാചകമുണ്ട്, ഡു ഓൾ ദ ഗുഡ്സ് യു ക്യാൻ ടു ഓൾ ദ പീപ്പിൾ യു ക്യാൻ ഇൻ ഓൾ ദ വേസ് യു ക്യാൻ ആസ് ലോങ് ആസ് എവർ യു ക്യാൻ. Amen. Praise the Lord. ഏതെല്ലാം കാലത്ത് എങ്ങനെല്ലാം നന്മ ചെയ്യാവോ അങ്ങനെല്ലാം ചെയ്യണം എന്ന് ആ ഭക്തൻ പറഞ്ഞേക്കുകയാണ്. And Wesley, that God-fearing man, said that do all the goods of men at all time, in all circumstances, in all ways. ഒരല്പകാര്യം അവിടെ നിന്ന് പറയണം. കഷ്ടം എന്നെ ശ്രദ്ധിച്ചേ. കഷ്ടം സഹിക്കുന്നത് ദൈവഹിതമോ? കഷ്ടം സഹിക്കുന്ന ദൈവഹിതമോ? Is it God's will to suffer suffering? ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഈ പീറ്ററിന്റെ എപ്പിസോഡിലെ പ്രത്യേകത, സുവിശേഷം പറഞ്ഞത് നിമിത്തം, ക്രിസ്ത്യാനി ആയത് നിമിത്തം അവിടെ ഉണ്ടായിരുന്ന ആ ലോക്കൽ സഭകൾ മുഴുവൻ വളരെ കഷ്ടത്തിലാണ്. The context of Peter, the book of Peter, is all the Christians, for being a Christian, they were suffering and they were tormented so badly at that time. That is the context of the book of Peter. ക്രിസ്ത്യാനിയാണെങ്കിൽ അവർക്ക് സമൂഹത്തിന്റെ ഒരു ബെനിഫിറ്റും ഗവൺമെന്റ് കൊടുക്കത്തില്ല. Since they were being a Christian, they were not able to receive any of the benefits from the government. ഒരു ഭക്തൻ പറഞ്ഞെങ്ങനെയാണ്, you cannot be accepted by the world and be effective for the Lord. ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ, ലോകത്താൽ അംഗീകരിക്കുകയും ദൈവത്താൽ മാന്യത ഉണ്ടാകുകയും ചെയ്യുന്ന ആ ഒരുപോലെ ഇത് പോകാനായിട്ട് പറ്റത്തില്ല. We cannot being accepted by the world but being rejected by God. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമനിമിത്തം Amen. നിങ്ങൾ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, അതിപ്പം പേഴ്സിക്യൂഷൻ എന്നുള്ളത് തല്ലുകൊള്ളണമെന്നില്ല, കൊണ്ടാ സന്തോഷം. ഇല്ലെങ്കിലും കർത്താവിൻ്റെ വചന നിമിത്തം, കർത്താവിനെ സ്നേഹിക്കുന്ന നിമിത്തം, എൻ്റെ ആത്മീയ ആ പരിജ്ഞാന നിമിത്തം ഞാൻ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അത് ദൈവത്തിന് പ്രസാദമാണ്. And this is actually pleasing in the eyes of God if you are being suffering after doing good things. ഈ 2 തിമോത്തി 3:12 വാക്യമുണ്ട്, ഒരു ട്രൂ ക്രിസ്ത്യന് കഷ്ടം ഉണ്ടെന്നാണ് വായിക്കുന്നത്. And 2 Timothy chapter 3 verse 12, we can see that indeed all who desire to live godly in Christ Jesus will be persecuted. നിങ്ങൾ 1 പീറ്റർ 4:14 വായിച്ചു നോക്കിയേ. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അടുത്ത ബെനിഫിറ്റ് കണ്ടോ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. Again we can see 1 Peter chapter 4 verse 14, if you are reviled for the name of Christ, you are blessed, because the spirit of glory and of God rest on you. നിങ്ങൾ വേഴ്സ് 19 നോക്കിയേ, അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. 4:19, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിന്റെ പക്കൽ പരമേൽപ്പിക്കട്ടെ. Again it is written in chapter 4 verse 19 of 1 Peter, therefore those also who suffer according to the will of God shall entrust their souls to a faithful creator in doing what is right. നിങ്ങൾ ആ വാക്യം എന്നെ വളരെ ആശ്വസിപ്പിച്ചിട്ടുള്ളൊരു വാക്യമാണ്, വിശ്വസ്തനായ സൃഷ്ടാവ്. വേറെ ഒരിടത്തും ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് വായനയിൽ അങ്ങനെ ഒരു വാക്യം ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, വിശ്വസ്തനായ സൃഷ്ടാവ്. We can see here a faithful creator. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ, എൻ്റെ കഷ്ടത ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്കൊരുവന്റെ അടുക്കൽ ചെന്ന് പറയാം, അവൻ ഫെയ്ത്ത്ഫുൾ ആണ്, എനിക്ക് അവനെ വിശ്വസിക്കാം. Amen. There is a creator. Whenever we suffer, we can trust a faithful creator, and I am free to go and share whatever I am facing and to that faithful creator. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവപരിജ്ഞാന നിമിത്തം ആരെങ്കിലും വേദന സഹിക്കുന്നെങ്കിൽ, സുവിശേഷ നിമിത്തം ആരെങ്കിലും കഷ്ടം സഹിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നമ്മുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിന്റെ പക്കൽ പരമേൽപ്പിക്കാം. If you are reviled for the name of Christ, if you are suffering for the sake of gospel, do not ever be disappointed but entrust your life to the Father.
ഒരു ചോദ്യം ചോദിക്കട്ടെ, ആർ യു വില്ലിംഗ് ടു സഫർ ഫോർ ദ ലോർഡ്? Let me ask you ആർ a യു വില്ലിംഗ് question. സഫർ ഫോർ ദ വേർഡ്? ആർ യു വില്ലിംഗ് സഫർ ഫോർ ദ സ്പിരിച്വൽ എഡിഫിക്കേഷൻ? ഈ ചോദ്യത്തിനെല്ലാം നിങ്ങൾ എന്ത് ആൻസർ എഴുതുന്നോ ആ ആൻസർ എല്ലാം ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ടാകും. പക്ഷേ വിശ്വസ്തനായ സൃഷ്ടാവിൻ്റെ പക്കൽ നിങ്ങളുടെ ജീവനെ പരമേൽപ്പിക്കാം. Let me ask you a question. Are you willing to suffer for the will of God? If your answer is yes, then definitely you will face persecutions or trials or problems. But entrust your life to the faithful Creator. നിങ്ങൾക്കറിയാമോ ലോകം മുഴുവൻ എന്തിനാ ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കുന്നത്? Do you know why all throughout the world Christians are being persecuted? അവർക്കാർക്കും ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ വ്യക്തികളോട് ഒരു പ്രോബ്ലം ഇല്ല. The people who are persecuting, they do not have any personal problem with that Christian person. They all dislike Christ. They all dislike Christ. They all dislike our Savior. They all hate our നമ്മുടെ Savior. കർത്താവിനെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളെ അവർ ഉപദ്രവിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം വായിച്ചപ്പോൾ മനസ്സിലായത്, അവർക്ക് കർത്താവിനെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, കർത്താവ് സ്വർഗത്തിലാണ്, അതുകൊണ്ട് അല്ലെ കർത്താവിനെ അവർ ഉപദ്രവിച്ചേനെ. നമ്മൾ ഉപദ്രവിക്കുന്നതിൻ്റെ കാര്യം they all dislike Christ. Amen. Why Christians are being persecuted? Because they are unable to persecute Christ, but they are persecuting Christ because the people are believing in Christ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിച്ചാൽ, കർത്താവിൻ്റെ വേല ചെയ്താൽ, ആത്മീയ കാര്യത്തിൽ മുന്നിൽ നിന്നാൽ അത് ഏത് നിലയിലും ക്രൈസിസ് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. If you truly love Christ and if you truly willing and come forward to do the will of God, there is 100% there will be persecutions or troubles. നിങ്ങൾ ഇന്ന് മുതൽ വേദപുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോകാനും ഒരാഗ്രഹത്വവും തീരുമാനം എടുത്ത് നോക്കിയേ, നാളെ മുതൽ എവിടുന്നെല്ലാം ആ ക്രൈസിസ് വരുന്നതെന്നറിയാമോ? Just to take a decision from today onwards. I'm going to read the word of God. I'm going to live according to the will of God. I'm going to be spirit-filled daily. Take a decision. You can see the troubles or tribulations or problems will arise from different areas. നിങ്ങൾ പറയുകയാണ്, ഇത്രയും കാലമായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ ഉപദേശി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരം എത്രയേ ഉള്ളൂ? യു ആർ നോട്ട് ലീഡിങ് എ ഗോഡ്ലി ലൈഫ്. Amen. If you are saying that I am happy, I do not have any problem until now, then you need to think and search thoroughly whether you are living according to the will of God. ഗോഡ്ലി ലിവിങ്. Godly living. Then do you live a godly ഗോഡ്ലി ലൈഫ്? എല്ലാവരും അത് കേൾക്കുമ്പോൾ ഒരു സങ്കടമെല്ലാം തോന്നുന്നുണ്ടോ? എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയാൻ ആവേശമാണ്, പക്ഷേ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഓർത്തോണം, യു ആർ നോട്ട് ലീഡിങ് എ ഗോഡ്ലി ലൈഫ്. Amen. Just imagine, are you leading a godly life? If you are not having any troubles, then you need to examine whether you are leading a life of God. എനിക്ക് അത്രയും വായിക്കാനേ സമയമുള്ളൂ. ഫൈനൽ വൺ. And the final one. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ എമ്മോറിസ് പാസ് പറഞ്ഞ ആ പുസ്തകത്തിൽ തന്നെ 2-3 കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ വാക്യം വായിക്കാം. 1 Thessalonians 5. Last week, Pastor ഞാൻ Emma പാസ്റ്ററോട് പറഞ്ഞു എൻ്റെ mentioned that. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. And 1 Thessalonians chapter 5. വേഴ്സ് നമ്പർ 16. നിങ്ങളൊന്ന് നോക്കിയേ, എല്ലാവരും ഒന്ന് എടുത്തേ. പ്രസംഗം തീരാൻ പോവുകയാണല്ലോ, സബ്ജക്റ്റ് തീരാൻ പോവുകയാണല്ലോ എന്ന് ഓർത്ത്. Take everyone. The book of 1 Thessalonians chapter 5 verse 16. അതിന്റെ 16 മുതൽ 17. എപ്പോഴും സന്തോഷിപ്പീൻ, Rejoice always. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, Pray without ceasing. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. Everything give thanks. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. For this is God's will for you in Christ Jesus. Be joyful, be prayerful, and be thankful. That is the will of God. Amen. Be joyful, be prayerful, and be thankful. That is the will of God. ഈ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയാലും പിന്നെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്. What is the meaning of pray without ceasing? ഈ ആത്മാവിൽ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ എത്ര നേരം വേണേലും പ്രാർത്ഥിക്കാം. If we start to pray in spirit, we can pray without for any hours we can pray. ആ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം one must remain in a consistent pattern of communication with God. Amen. Pray without ceasing means one should have a constant communication with the God. Amen. Hallelujah. എപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Hallelujah.
എപ്പോൾ പ്രാർത്ഥിക്കാനാണേലും ആ ഫാദർ എന്ന് വിളിക്കുമ്പം ആ ദൈവബോധ്യം വരുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? Stotram. Always, whenever we call or initiate our prayer, Abba Father, how many of us have that spirit in us? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണെങ്കിൽ ഒന്നുകൂടെ പറയാം. പണ്ട് ഒരാൾക്ക് കൺവെൻഷന് പബ്ലിക്കിൽ പ്രാർത്ഥിക്കാൻ കൊടുക്കാൻ പുള്ളി പ്രശ്നം ഉണ്ടാക്കി. And I mentioned one example. One man from a church, he was not given certain time to pray publicly in a convention meeting. He made some problems for that. അദ്ദേഹം പറഞ്ഞു എനിക്ക് പബ്ലിക്കിൽ പ്രാർത്ഥിക്കാൻ സമയം തന്നില്ല എന്ന് പറഞ്ഞു. And that person created an issue in the church because you didn't give me some time to pray publicly for the convention. അന്ന് രാത്രി എൻ്റെ ഒരു സ്നേഹിതനാണ് അവിടെ പ്രസംഗിക്കാനുണ്ടായിരുന്നത്. At that night or evening, one of my friends went there to preach. അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യം ചെയ്തേക്കാം, നമുക്ക് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചേക്കാവെന്ന് പറഞ്ഞു. And then that man of God told the person that let us do one thing, let us pray throughout this night. അന്നേരം പുള്ളി പറഞ്ഞ കമൻ്റാണ്, രാത്രി പ്രാർത്ഥിക്കുമ്പോൾ മൈക്കില്ലല്ലോ എന്ന്. Then he said, when I pray in the night time, there won't be a mic in front of me. എപ്പോഴും പ്രാർത്ഥിപ്പിൻ. Pray without ceasing. Consistent pattern of communication with God. Amen. A consistent pattern of communication with God. വേറെ ദിവസം പറഞ്ഞത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമേൻ പറയുകയല്ലെന്നാണ് പറഞ്ഞത്. Another man of God said that I will never say an amen to my prayer. വില്യം മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു ഭക്തൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥനാ മൂഡിലായിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാർത്ഥനാ മൂഡിലായിരിക്കുക. William MacDonald, another man of God, said that every time praying means being in a mood of prayer always. ഇവിടെ ഒരു വാക്യമുണ്ട്, ആത്മാവിനെ കെടുത്തരുത്. കണ്ടോ എല്ലാവരും വാക്യം എൻ്റെ തൊട്ടു താഴെ, ആത്മാവിനെ കെടുത്തരുത്. And then there is a verse, do not quench the spirit. ആത്മാവിനെ എങ്ങനെ കെടുത്തുന്ന അറിയാവോ? How we can quench the ഈ spirit? മേളി പറഞ്ഞ കാര്യം ഒന്നും ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാത്തവരോടാണ് പറഞ്ഞേക്കുന്നത്. Quench, do not quench. എന്ന് പറഞ്ഞാൽ നല്ലപോലെ കത്തി ഇങ്ങോട്ട് വരുമ്പം വെള്ളം കോരി ഒഴിക്കുന്ന ആ പ്രയോഗം, ആ ഒരു ടേമാണ് ഉപയോഗിച്ചേക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കണം, സന്തോഷിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം, പ്രവചനം തുച്ഛീകരിക്കരുത്, ഈ കാര്യങ്ങളെല്ലാം ഇതൊന്നും നടക്കേണ്ട കാര്യമല്ല എന്നൊരാൾ പറയുന്നെങ്കിൽ അവനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അവൻ ആത്മാവിനെ കെടുത്തുന്നവനാണ്. Amen. How we can quench the spirit? If we are not rejoicing always, and if we are not prayerful always, and if we are not thankful always, we can easily quench the Holy Spirit. ഞാനൊക്കെ ഇടയ്ക്ക് പ്രസംഗിക്കാൻ മുമ്പ് ആൾക്കാർ പറയാറുണ്ട്, നല്ല അന്തരീക്ഷമായിരുന്നു, ഉപദേശിച്ച് പ്രസംഗിക്കാൻ കയറിയപ്പോൾ അത് മൊത്തം കളഞ്ഞെന്ന് പറയും. When I go for certain meetings, whenever I stand on the pulpit and after preaching, people said that it is a good atmosphere. After you started to preach, everything get quenched. നമ്മൾ ഓർക്കുന്ന ആത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് പ്രസംഗിക്കുന്നവരല്ല. We are thinking that do not quench the spirit means saying a sermon in a very silent tone. That doesn't mean. ഓർമ്മ ഒന്നുകൊണ്ടൊരു വാക്യം കൂടെ വായിച്ചു നോക്കാം. എഫീസ് ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം എന്നെ എഴുതിയേക്കെന്ന് അറിയാമോ? Ephesians 4:30, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. And again we can see Ephesians chapter 4 verse 30, do not grieve the Holy Spirit of God. എങ്ങനെയാ ദുഃഖിപ്പിക്കുന്നത്? 25-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ മതി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ ദുഃഖിപ്പിക്കുന്നത് അറിയോ? നിങ്ങൾ നുണ പറയുമ്പം കൂട്ടുകാരനോട് സത്യം സംസാരിക്കാതെ നുണ പറഞ്ഞാൽ എന്നാ ചെയ്യുക? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അയ്യോ 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 എന്നാ പറ്റി? Therefore if you കേട്ടോ, തൊട്ട് താഴത്തെ വാക്യം എന്നെ എഴുതിയേക്കുന്നത്, കോപിച്ചാൽ കോപിച്ചാൽ ആരെ ദുഃഖിപ്പിക്കുക? will of Holy Spirit. ഇങ്ങനെ താഴോട്ട് പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ. നമ്മൾ കുറച്ച് ഡെഫിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് നുണയില്ല, സത്യമില്ല, കോപമില്ല. ഹലോ അതുപോലെ തന്നെയാണ് ആത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുമ്പോൾ എന്നെ കൊണ്ട് നടക്കുകയില്ല എന്നൊരുവൻ പറയുന്നെങ്കിൽ നീ ആത്മാവിനെ കെടുത്തുകയാണ്. Whenever a person is exhorting from the Holy Spirit or by the Holy Spirit, if you are blatantly saying that I am unable to do or I am unable to listen or follow any of the instructions, then you are quenching the Holy Spirit. Praise the Lord. Hallelujah. ഞാൻ പറഞ്ഞ 6 കാര്യം: be saved, be spirit filled, be set apart. ഇന്ന് നമ്മൾ പ്രത്യേകം ചിന്തിച്ചു തുടങ്ങിയത് submission, suffering, finally be joyful, be prayerful and be thankful. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഈ 6 കാര്യം ഞാൻ പറഞ്ഞില്ല, 10 കാര്യത്തെ ഞാൻ ആറാക്കിയതാണ്. ഈ 10 കാര്യമാണ് നമ്മളെപ്പറ്റിയുള്ള റിവീൽഡ്
revealed will of God in the entire Bible. Amen. The revealed will of God for all of us from the entire Bible is one being saved, and next one is being spirit filled, and then lead a life which is set apart, and then the one is be submissive or under the submission of the authority, and then suffering, go through suffering, and then rejoice always, and they pray without ceasing, and then give thanks in all situations and circumstances. These are the will of God for all believers. ഇപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ആരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. Now maybe you are thinking that he didn't mention whom should I marry. ഏത് കോളേജിൽ ചേരണമെന്ന് ഉപദേശിച്ച് പറഞ്ഞില്ല, വിൽ ഓഫ് ഗോഡ് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാൻ പോവാതെ എന്നാന്നുള്ളത്. Maybe you are thinking that which college should I entitle to. He didn't mention through the message. ഈ 6 കാര്യം സെറ്റിലായാൽ, Amen. കേട്ടോ, ഈ 6 കാര്യം സെറ്റിലായാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കേട്ടാം. If all these ഇഷ്ടമുള്ള ഇത് സെറ്റിലാകണം. Hallelujah. ഇത് സെറ്റിലായുള്ള സംഭവം എന്നാ അറിയാമോ? Hallelujah. പിന്നെ എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ഡിസയർ പ്ലേസ് ചെയ്യുന്ന ദൈവമാണ്. Hallelujah. If we are settled in all these 6 matters, then the will of each one of us will be directed by the Spirit, so that we will be aligned with the will of God. Then we know what is the will of God. If you are doing all 6 of the basic things, Amen. do whatever things you want to do. Amen. If these things are clear and clean and set apart, then we can do whatever we will, because the will of God directing or ruling us. ഒരു വാക്യം കണ്ട വായിച്ചതിൻ്റെ വാക്കുകൾ നിർത്താൻ പോവാണ്. I like to read one more verse. എനിക്ക് ഒരു സെഷനൂടെ പറയാനായിട്ടുള്ളതുണ്ട്, പക്ഷേ എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ല. വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സങ്കീർത്തനം 37:4. Psalm chapter 37 verse 4. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. Delight yourself in the Lord, and He will give you the desires of your heart. അതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്യം Proverbs 3:6. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Another verse we can see in Proverbs chapter 3 verse 6. In all your ways acknowledge Him, and He will make your path straight. ഞാൻ ഈ വാക്യം ആദ്യം എടുത്തത് യഹോവയിൽ സന്തോഷിച്ചാൽ ഹൃദയത്തിലെ ആഗ്രഹം എല്ലാം കിട്ടുമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. First time whenever I read or whenever I meditated this word, I was thinking that I will be filled with all the desires of my heart. അങ്ങനെങ്കിൽ യഹോവയിൽ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? Then I was thinking, how can I be delighted in the word of God? ഈ റിവീൽഡ് വില്ലെല്ലാം ഞാൻ അനുസരിച്ച് കഴിയുമ്പോൾ I am focusing the delight of the Lord. Amen. മനസ്സിലാവുന്നോ? അങ്ങനെ ഞാൻ ആ ദൈവത്തിൽ ഡിലൈറ്റ് ആയി കഴിയുമ്പോൾ എൻ്റെ ആഗ്രഹം അല്ല പിന്നെ എൻ്റെ അകത്ത് വരുന്നത്, തമ്പുരാൻ തൻ്റെ ആഗ്രഹം എൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുകയാണ്. Hallelujah. When we follow and when we delight ourselves in the Lord, then the will of God will be written in each one of our heart. Then automatically we will follow the will of God, and God will provide you the desires, and He will fulfill your desires. If you focus, ശ്രദ്ധിച്ചേക്കേണ്ട സെന്റൻസ്, if you focus on delighting in the Lord, He will place the desires He wants you to have in your heart. He will give you the right kind of desires, so that the things you want are the things that come from the Lord. Amen. If we delight ourselves and if we keep the law of the Lord inside us, and then He will provide His desires to you, and we will really obey and we will follow the will of the Lord. If you are living a godly life, He will give you the right desires. Amen. Praise the എല്ലാവരും കേട്ടോ? Lord. Praise the Lord. Praise the Lord. Hallelujah. വചനം വായിക്കണം. ആത്മാവ് നമുക്ക് ആ പ്രകാശനം ഇതിനകത്തൂടെ തരികയാണ്. ഒരു പക്ഷേ ദൈവം നമ്മളെ ഉറപ്പിക്കാൻ ആത്മീയരായ കൃപാവരങ്ങളുള്ള മറ്റുള്ളവരെയൊക്കെ ആ കാര്യത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ നയിച്ചേക്കാം. പക്ഷേ റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. ഹി വിൽ പ്ലേസ് ഹിസ് ഡിസയർ ഇൻ യുവർ ഹാർട്ട്.
Amen. Maybe certain people will be instructed to teach us and direct us, but we need to diligently seek the word of the Lord and the will of the Lord and bear the word of God inside us. And we need to delight ourselves in the Lord. Then He will give us the desires of our heart. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഉണ്ട്. One more നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും കഷ്ടതകളും വേദനകളും രോഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരികയാണ്. Amen. Whatever it happens in our life or whatever comes on our way of this life, though diseases or troubles or persecutions, these are all ordained by God, and in order to make us sanctified and making each one of us like Christ, God has sent all of this. കഴിഞ്ഞ ആഴ്ച ഒരാൾ സാക്ഷി പറഞ്ഞ് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല, ജീവിതത്തിലെ ഓരോ ക്രൈസിസ് വന്നപ്പോഴാണ് മനസ്സിലായത് കർത്താവ് ഞങ്ങളെ കറക്റ്റ് ചെയ്യുകയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായെന്നാണ് ഇവിടെ ഒരാൾ സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെങ്കിൽ ഹീ ഈസ് യൂസിങ് ദ എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ് ടു ഷേപ്പ് us into his perfect will. Amen. Last week, one of our congregation members gave a testimony that God was redirecting our steps and God was making us to do the will of God. So basically, His will is to obey, delight ourselves in the Lord, because He will give us the desires of our heart. He will plan his desires in your life. Amen. He is the one who is planning His desires in our heart. രക്ഷിക്കപ്പെടണം, We need to be saved. ആത്മാവിൽ നിറയണം, We need to be spirit filled. വിശുദ്ധ ജീവിതം നയിക്കണം, We need to be holy. സമർപ്പണം ഉണ്ടായിരിക്കണം, We need to have submission. കഷ്ടം സഹിക്കുന്നത് ദൈവഹിതമാണെന്നുള്ള ബോധ്യത്തോടെ സഹിക്കണം. We need to have an understanding. എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഈ ആത്മാവിനെ കെടുത്തരുത്. Rejoice always, pray continually, give thanks in all situations and circumstances, and do not quench the Holy Spirit. Acknowledge him in all your ways. We need to acknowledge Him in all our ways. Delight in the Lord always. Delight ourselves He in will the plant Lord. his desires in your life. Amen. He will give you His desire in your heart. Amen. Amen. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ, കർത്താവിന്റെ നാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. താങ്ക് യു. ടെസ്റ്റ് മണി പറയാനുള്ള സമയമാണ്. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വേഗത്തിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.